ഇതാ ഇതാണ് നമ്മുടെ നാട്ടിൽ തൊപ്പിക്കാരെന്നൊക്കെ പറയും. ഫുള്ള് ബ്ലാക്ക് ആണ്. ഇതിന്റെ വില എത്ര അറിയാമോ നാട്ടില്? നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതിനെ വിൽക്കുന്ന ആൾക്കാരത്തെ ഫുൾ ഒരു തരി പോലും ഇതില് വെളുപ്പില്ല, എല്ലാം കറുപ്പാണ്. മനുഷ്യന്മാര് കറുത്താ വിലയില്ല, ആട് കറുത്താ പൊന്നു വിലയാണ്. ഈ ആട് നമ്മുടെ നാട്ടില് ഹൈബ്രിഡ് ഇനത്തിൽ ഭയങ്കര റേറ്റ് പോകുന്ന ആടാണ്. പക്ഷെ ഇവിടെയും ഇതിന് ഇറച്ചി വിലയാകും, മനസ്സിലാക്കിക്കോളി. ഞങ്ങൾ ഇറച്ചി വിലക്ക് വെക്കുന്നത്. ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് വന്നത്. ആദ്യം വന്നപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ല, വന്നത് പോയി, ലോഡ് വന്ന് തീർന്നു പോയി. ഇത് കണ്ട നല്ല കപ്സ മന്തി പരുവമുള്ള ആടാണ് വന്നേക്കുന്നത്. 300 ആട് 365 രൂപ വെച്ച് 300 ആടിനെ വേണോ? ഇത്രയും ക്വാളിറ്റിയിലുള്ള പെൺകുട്ടിയാണിത്, ആൺകുട്ടിയല്ല. പെൺകുട്ടിയെ നിങ്ങൾക്ക് എവിടെ കിട്ടുക ഈ വിലക്ക്? ഇത് നിങ്ങളൊരു വളത്താറിന്റെ പോയാലാവൻ പറയും ബദാം കൊടുത്ത് അണ്ടിപരിപ്പ് കൊടുത്താണ് എനിക്ക് 15,000 വേണം 20,000 വേണമെന്നും. ഇതിന് നിസാരം 15 കിലോ 12 വെയിറ്റേ ഉള്ളൂ. എത്ര രൂപ വരും വിലന്? ഇതിന് 6,000 രൂപ 5,000 രൂപ 7,000 വിലയുള്ള കുട്ടികൾ. മനുഷ്യന്മാര് കറുത്താൽ വിലയില്ല, ആട് കറുത്താൽ പൊന്നു വിലയാണ്, പൊന്നു വില. കറുത്ത ആടിന്റെ വില വാങ്ങിച്ച ആള് തന്നെ വീണ്ടും വാങ്ങിച്ചാലേ ഒരു ബിസിനസ് വിജയിക്കുള്ളൂ. ഒരു തവണ മാത്രം ഒരാളെ പറ്റിച്ചാല് പിന്നെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ വളർത്തുകാർ ഒരുപാട് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ അവരോടെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും പറയുന്നുണ്ട്, നിങ്ങൾ വളർത്തുകാർ വാങ്ങുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് നോക്കി വേണം വാങ്ങാനായിട്ട്. വളർത്താൻ എല്ലാ ആൾക്കാരെയും ഒരു സൈഡ് ബിസിനസ് ആയിട്ടാണ്. ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ വോയിസ് ഇങ്ങനെ വീഡിയോ കേൾപ്പിക്കുകയാണ്. അപ്പം ബാക്കി ആൾക്കാരിലേക്കും തള്ളായിരിക്കുമെന്ന്. കാരണം ഇതാണ് ഫോൺ നമ്പർ, പുള്ളിയുടെ ഞാൻ വീഡിയോ കാണിക്കാണ്ട്. ഇതാണ് ഫോൺ നമ്പർ. പുള്ളി ഇപ്പൊ വിളിച്ചാണ് നമ്മളെ തിരുനെൽവേലിയിൽ നിന്ന്. കണക്ക് ചേട്ടന്റെ പേരെന്താട്ടാ? സെൽവരാജ്. തിരുനെൽവേലി എവിടാ? ശങ്കരൻ കോവില്. ആ, നേരത്തെ ആടിനെ വളർത്തിയിട്ടുണ്ടോ? നമ്മളിവിടെ ഫാമുണ്ട്, ചെറിയൊരു 10-20-30 ആട് വളർക്കുന്നുണ്ട്. അധികമായിട്ട് ഇപ്പം തുടങ്ങാനുള്ള ഒരു ഇതാണ് നോക്കി. അന്നേരം ഈ ആടിനെ ഞങ്ങൾ ഇതുവരെ വളർത്തിട്ടത്, അതുകൊണ്ടാണ്. ഈ ആടിനെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ആടിനെ വളർത്താൻ പറ്റുന്ന ആടാണ്? ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ശരി ശരി, ഓക്കെ. ഞാൻ വീഡിയോയും ഫോട്ടോസ് അയച്ചു തരാം. നിങ്ങൾ നേരിൽ വന്ന് തന്നെ ഈ ആട് വാങ്ങണം കേട്ടോ. ശരി, അത് വരാം. ഓക്കെ ഓക്കെ. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രേക്ഷകരായ മുമ്പിൽ വന്നിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് എന്നോട് ഇതേപോലെ ആടിന്റെ, താറാവിന്റെ, കോഴിയുടെ, പോത്തിന്റെ ഒക്കെ വീഡിയോ ഇടണമെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ്. ബാക്കിൽ ഈ കണ്ടോ ഈ ആട്. ഇവിടെ ആടിന് ചീപ്പ് റേറ്റേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 1 കിലോ ആട്ടിറച്ചി വേണമെങ്കിൽ 1,700 രൂപ അടുത്ത് കൊടുക്കണം. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ, അത് നമ്മുടെ മലബാരി ഒന്നുമല്ല, നല്ല അടിപൊളിയുണ്ടോ. ഈ ഒക്കെ ആടിനെയൊക്കെ കണ്ടോ, ഇത് ശരിക്കും ആടുകളാണ് ഇതാ ഇവിടെ കിടക്കുന്നത്. ഈ സ്ഥലം വരുന്നത് നമ്മുടെ കുളത്തൂപ്പുഴയാണ്, തിങ്കൾക്കരക്കത്താണ് ഈ ആടുകൾ ഇങ്ങനെ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആട് വരുന്നതും പോകുന്നതും അതേപോലെയാണ്. ഇവിടെ വെയിറ്റിംഗ് ഒന്നും ഇല്ല, വരുന്ന ആളുകൾ വന്ന് വാരി കോരിക്കൊണ്ട് പോവുകയാണ്. അതുമാതിരി ആടുകളാണ്, നല്ല ഉഷാറുള്ള ആടുകളാണ്. എൻ്റെ ബാക്കിൽ ചുറ്റിലും ഇവിടെ ഫുള്ളുണ്ടായിരുന്നു, വരുമ്പോഴത്തേനും എല്ലാം അങ്ങ് പോയി. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്തോ ഒരു ഫിനിഷിംഗ് നോക്കി ഇതിന്റെ ഇറച്ചി. ഇതെല്ലാം കപ്സ മന്തിക്ക് പറ്റിയ ആടുകളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ 3-4 ടൈപ്പ് ആടുകളുണ്ട്. ഇറച്ചി പരുവത്തിനുള്ള ആടുണ്ട്. ഇത് കണ്ടോ, ഇത് ഫിനിഷിംഗ് കണ്ടോ. ഈ ആടാണ് കപ്സ മന്തിക്കുള്ള ആട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷവായിയുടെ കോഴിയുടെ വില വേറെയും സാധാ കോഴിക്കുള്ള വില വേറെയും അതുപോലെ തന്നെയാണ് ആടിലും. ഇത്രയും നാൾ വരെ കോഴി നമുക്ക് കടയിൽ പോയാൽ തൂക്കി വാങ്ങിക്കാം, പോത്തിനെ തൂക്കി വാങ്ങിക്കാം. കോഴിക്ക് ഇന്ന് വില 110 രൂപയാണ് കിലോയ്ക്ക്. പോത്തിന് 150 രൂപ മുതൽ 170 രൂപ വിലയുണ്ട്. നിങ്ങൾ എങ്ങും കേട്ട് കാണത്തില്ല ആടിനെ തൂക്കി വാങ്ങാൻ പറ്റുന്നത്. മിക്കതും ബ്രോക്കർമാരെന്ത് ചെയ്യും, ഈ ആടിനെ എടുത്തിട്ടാണ് ഈ ആടിന് ഇത്ര വില ചേട്ടാ, ഒരു 6,000 രൂപ വില അല്ലെങ്കിൽ 7,000 രൂപ വില എന്ന് പറയുമോ. എന്നിട്ട് ഇതിൽ പറയാണ് ഇത് 10 രൂപ ഇറച്ചിയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആടിന് ഇത്രയും ആടുണ്ടോ, ഇത് മൊത്തം കിടാവാണ്. ഈ കൂട്ടി മൊത്തം കിടായും. ഈ കൂട് മൊത്തവും കുറാല് പെൺകുട്ടിയുണ്ടോ. ഈ കൂട് മൊത്തവും കുറാലെന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പെണ്ണാടാണ് മൊത്തം ഉള്ളത്. ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. നോക്കിയേ, വലിയ ആടുകളെല്ലാം നമ്മൾ റേറ്റ് കുറച്ച് ഭയങ്കര പോകുന്നത്. ഈ ഇങ്ങനെയുള്ള മന്തി ആടുകൾ മാത്രമാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്നും കൊടുക്കുന്നില്ല. ഞങ്ങൾ പച്ചവെള്ളവും പിന്നെ നമ്മുടെ ഉണക്കിയ പ്ലാവലല്ലേ, ഇതാണ് ഇതിന്റെ ആഹാരം മെയിനായിട്ട്. പിന്നെ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കുറച്ച് ഡ്രൈ ഫുഡ് കൊടുക്കും. ഇത് നമ്മൾ തന്നെ എല്ലാ ഫീഡും കൂടെ മിക്സ് ചെയ്തുള്ള പൊടിയാണ്. അതായത് ചോളമുണ്ട്, കുറെ ധാന്യപ്പൊടിയുണ്ട്. സിരോഹി എന്ന് പറഞ്ഞ ബ്രീഡാണിത്. ഇത്രയും ഫിനിഷിങ് നോക്കി, ഇതുപോലെ ഇത്രയും കുട്ടി. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമന്ത്രിയുടെ ഈ ആടിനെ വളർത്തുന്നതിന്റെ ഒരു പദ്ധതിയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കുട്ടി മൊത്തം എല്ലാം ഉണ്ട്. ഒരേ നിരപ്പാണ്ടാ, എല്ലാം ഒരേ നിരപ്പ്, അല്ലാണ്ട് ഒരെണ്ണം ചെറുത് ഒരെണ്ണം വരുന്നില്ല, എല്ലാം ഒരേ. നോക്കിയേ, ഇതൊക്കെ ഗുജരി എന്ന് പറഞ്ഞ ബ്രീഡാണ്. നോക്ക് കണ്ടോ, ഇതിന്റെ സ്കിന്നിന്റെ ഫിനിഷിങ് ഉണ്ടോ. ഇത് വാങ്ങിയ ആർക്കും നഷ്ടമുള്ളത്. പക്ഷെ വളർത്താൻ അറിയാവുന്നവർ വാങ്ങണം. ഇത് മൊത്തം ഞങ്ങൾ കട്ടിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് പേര് വന്നിട്ട് അവർക്ക് ഈ പ്രധാനമന്ത്രിയുടെ
ഒരു എന്തോ പദ്ധതി ഉണ്ട്, അതിന് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാറ്റിയിട്ട് ഇത്ര ആടിന് ഇത്രയും ഇതൊരു 10-30 പെണ്ണാടും ഉണ്ട്, ഒരു 10-25 ആണാടും ഉണ്ട്. അല്ല ഇതെല്ലാം തീർന്നണ്ട ഫുള്ള് കാലി. നമുക്ക് ആ കൂട് മൊത്തം കാലിയായി. 300 ആട് വന്നെയാണ്, എല്ലാം കാലിയായി. ഒരു ലോഡിൽ 220-300 ആട് വരും. ഇനി ഈ 2 കളം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി ഫുള്ള് തീർന്നു. ഈ ബാക്കി കുറച്ച് ആടുണ്ട്, അതിന് ഒരു കഥയുണ്ട്, പറഞ്ഞുതരാം. അപ്പൊ അത് കുറച്ച് ആടിനെ ഒരാൾ എടുത്ത് മാറ്റിയിട്ടൊക്കെയാണ്. അപ്പൊ ആ പുള്ളിയെ ഞങ്ങളുടെ പറഞ്ഞത് ഇത് തൊപ്പിക്കാരൻ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ഇനത്തിൽപ്പെട്ട ആടാന്നുള്ളത്. ഇത് ബ്ലാക്കിനെ മാത്രം. ഇത് മറ്റേ ആടിൽ നിന്ന് ഇതിന് ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ട്. ഇതിന് പുള്ളി തന്നെ നമ്മളുടെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെയാണ്. ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞ് പുള്ളി അഡ്വാൻസ് തന്ന് പുള്ളി തന്നെ ഇങ്ങോട്ട് ഇതിന് റേറ്റും പറഞ്ഞെന്ന് മാറ്റിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഇത്രയും ആടിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് ഇതിൽ എല്ലാം മുട്ടനല്ല, ഈ വെളുപ്പുണ്ടോ, ഈ വെളുപ്പ് കാണുന്ന എല്ലാം പെണ്ണാടാണ്. അത് 1, 2, 3, 4, 5, 6, 7 ചെറിയ ചെറിയ ഉണ്ടോ, ചെറിയ ചെറിയ കളർ ഷെയ്ഡുണ്ട്. 2, 3 ബാക്കിയെല്ലാം ഫുൾ ബ്ലാക്ക് ആണ്. ഇതിന് മാർക്കറ്റിൽ ഇറച്ചി വിലയല്ല, ഇത് നമ്മുടെ ഈ അമ്പലങ്ങൾ പള്ളികളിലൊക്കെ നേർച്ചയ്ക്കായിട്ട് കൊണ്ടു കൊടുക്കുന്ന ആടാണ് ഈ വരുന്ന ആടെല്ലാം. ഇതിന്റെ ബ്ലഡിന്റെ കളറും കുറച്ചും കൂടി ഡാർക്ക്നെസ് കൂടുതൽ. അപ്പൊ എനിക്കും അറിയില്ലായിരുന്നു. നമ്മൾ ഇതിൽ ഓരോന്നിനെ കട്ട് ചെയ്ത് നോക്കി, അപ്പൊ കുറച്ചും കൂടെ ബ്ലാക്ക് ഈ ബ്ലഡിന് കുറച്ചും കൂടെ ബ്ലാക്ക് കണ്ടന്റ് കൂടുതലൊന്നും കൊടുക്കുന്നില്ല. അതാണ്ട് ചോളം പിന്നെ ധാന്യത്തവിടുകൾ എല്ലാം കൂടെ മിക്സ് ആണ്. ഇതിനെല്ലാം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം വേസ്റ്റ് ആണ്. ഇതെല്ലാത്തിന്റെ ഒറിജിനൽ, ഇതിന്റെയൊക്കെ എണ്ണ ആട്ടിന് ശേഷം മാത്രമുള്ള വേസ്റ്റ് ആണ് ഞങ്ങൾ വാങ്ങുന്നത്. ഇത് നമ്മൾ എല്ലാം കൂടെ വാങ്ങിച്ച് കളക്ട് ചെയ്തിട്ട് ഇതിന് മിക്സ് കൊടുക്കുക ചെയ്യുന്നത്. കാരണം പച്ചില കൊടുത്താൽ പെട്ടെന്ന് വയറ്റിന് കേടുവരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒന്നാമത് ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട്, ഇലയിലൊക്കെ തളുത്ത് വരുവാണ്. നമ്മൾ ഇത്രയും ആടിന് നമ്മൾ പച്ചില കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് വയറിന് മോശം കംപ്ലൈന്റ് വരും. പ്ലാവല കൊണ്ടുവന്നാൽ പോലും ഒരു ദിവസം ഉണക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഈ ആടെല്ലാം നമുക്ക് ഒരു ഓർഡർ ഉണ്ട് കൊച്ചിയിലേക്കും. ഇതിനകത്ത് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ആടിന്റെ വളർത്തൽ എന്നുള്ള ഒരു പദ്ധതിയുണ്ട്. അതിനായിട്ട് കർഷകർക്ക് കൊണ്ടുവന്ന ഏതാണ്ട് ഇതൊരു 10-30 കിടായുണ്ട്. അവിടെ എല്ലാം കണ്ടോ, എല്ലാം ചെറിയ സൈസാണ്, ഒരുപാട് ഓവർ സൈസ് അല്ല. എല്ലാം ഒരു 15 കിലോ 10 കിലോ 20 കിലോ ഉള്ള ബോഡി ആയിട്ടുള്ള കിടാകളാണ് ഇതെല്ലാം. ആ കിടക്കുന്ന എല്ലാം പെൺകുട്ടികളാണ്. അതെ അതെ മേടിച്ചതാ. ഞങ്ങള് ഇപ്പൊ ഒരു അരമണിക്കൂറായി. ഞങ്ങൾ യൂട്യൂബിൽ നോക്കി പരസ്യം കണ്ടിട്ട് വന്നതാണ്. അതെ അടിപൊളിയാ. അല്ല 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 നമുക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ്. നല്ല ലാഭത്തിനാണ് കിട്ടിയത്. നല്ല കുട്ടികളാണ്, വെറൈറ്റി കുട്ടികളാണ്. ഇനിയും ഞങ്ങൾ വരും വാങ്ങിക്കാം. ഇല്ല, ആദ്യമായിട്ട് വരും, ഇനിയും വരും, ഉടനെ വരും ഉറപ്പായിട്ടും. അതെ 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 വളർത്താനാ. അതെ വരുന്നതും ഇവിടെ ആടുകളെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. അതെ അതെ. ചന്തയിൽ പോയാലും ഈ കളറൊക്കെ ഉള്ള ആടിന് സാധാ വിലയായിരിക്കും, പക്ഷെ ഫുള്ള് ബ്ലാക്ക് വരുന്ന ആട് ആണ്. ഇത്തരത്തില് ഫുള്ള് ബ്ലാക്ക് വരുന്ന ആടിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരട്ടി വിലയാണ്. ഇറച്ചിക്ക് ഏതാണ്ട് 1500 മുതൽ 2000 രൂപ വരെ വാങ്ങിക്കും ബ്രോക്കർമാര്. പക്ഷെ ഇവിടെയും ഈ ആടിന് നമ്മൾ കൊടുക്കുന്നത് നിസാരം, നമ്മുടെ വിലയിൽ നിന്നും ഒരു 50 രൂപ മാറ്റി കിലോയ്ക്കാണ് കൊടുക്കുന്നത്. 50 രൂപ, നിസാരം 50 രൂപ മാറ്റിയ ഈ കറുത്ത ആടിനെ കൊടുക്കുന്നത്. ഇത് ഞങ്ങൾ വച്ച വിലയല്ല, ഇത് കസ്റ്റമർ തന്നെ വന്നിട്ട് പറഞ്ഞു ഈ ആടിന് ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. അങ്ങനെ കുറച്ച് ആടിനെ മാത്രം മാറ്റിയിട്ടാണ്. അതിൽ ആ വെളുപ്പ് കാണുന്നില്ലേ, ആ വെളുപ്പെല്ലാം പുള്ളിക്ക് വേണ്ടി വേറെ മാറ്റിയിട്ടാണ്. ബാക്കി കറുത്ത 1, 2, 3, 4, 5 ആട് വേറെ ഏട്ടനുണ്ടെന്ന് അത് പോയി വന്ന ഇതിൽ നമുക്ക് ഒരു 10-15 ആട് മാത്രമേ ഈ സെക്ഷനുള്ള ആടുള്ളായിരുന്നു. ഇത് നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ ഈ മലയോര മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊളുത്തുപ്പുഴയാണ്. കൊളുത്തുപ്പുഴ ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത്. അഞ്ചലിനും കൊളുത്തുപ്പുഴയ്ക്കും ഇടയ്ക്കാണ് സ്ഥലം. തിങ്കൾക്കരിക്കവും മാർത്താണ്ഡം കരയും ഒന്നിച്ചു ചേരുന്ന ഒരു വളവുണ്ട്. ആ വളവിൽ അവിടെയാണ് ഞങ്ങളുടെ വെളിയിൽ ബോർഡ് ഇരിപ്പുണ്ട്, NS മലബാറിന്ന്. അവിടെയാണ് ഞങ്ങളുടെ ഫാം വരുന്നത്. നമുക്ക് മാസത്തിൽ നേരത്തെ നമുക്ക് 1500-1800 ആട് വരുമായിരുന്നു. ഇപ്പം നമുക്ക് 1200. ചൂടല്ലേ, ഒരുപാട് ആടിനെ കൊണ്ടുവരാൻ കഴിയില്ല. 1200 ആട് 1000 ആട് ഒരു മാസത്തിൽ വരും. മെയിനായിട്ട് വളർത്ത് പാർട്ടീസ് അല്ല നമ്മളുടെ കൂടുതൽ വാങ്ങിക്കുക, നമ്മുടെ ഇത് കച്ചവടക്കാരാണ് വാങ്ങുക. കാരണം നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്നിട്ട് കച്ചവടക്കാരാണ് കൂടുതൽ വാങ്ങിക്കൊണ്ടു. കാരണം ബാക്ക് ടു ബാക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെയും കസ്റ്റമർ. ഒരു മെയിനായിട്ട് വളർത്തുന്ന കൂടിപ്പോലെ ഒരു 500 പേരെടുത്താൽ 10 പേരേ ഉള്ളൂ. ആടാണ് ഉപജീവന മാർഗം, അല്ല അതൊരു മെയിൻ കണ്ടന്റായിട്ട് വളർത്തുന്ന ഒരു 10 പേര്. ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ കൂടിപ്പോയാൽ ഒരു 10,000 കുടുംബം എടുത്താൽ ഒരു 10 കുടുംബമേ കാണുള്ളൂ ഈ ആടൊരു മെയിൻ വരുമാനമായിട്ട് കാണുന്ന കുടുംബം. ബാക്കി എല്ലാം ഒരു സൈഡായിട്ട് 1-2 ആട്, അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് തിന്നാനോ അങ്ങനെയായിട്ട് ആട് വളർത്തുക. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൊറോണയ്ക്ക് ശേഷം
കൊറോണയ്ക്ക് ശേഷം ആട് വളർത്തൽ വളരെ കുറവാണ്. ഒന്ന്, സർക്കാരിന്റെ ഈ തൊഴിൽ പദ്ധതി ഉണ്ടല്ലോ, എന്താ പറഞ്ഞതിന്, നമ്മുടെ തൊഴിലുറപ്പ്, അത് കാരണം സ്ത്രീകളെല്ലാം അതിലേക്ക് പോയി. പിന്നെ മൊബൈൽ ഫോണിന്റെ അധിക കടന്നുകയറ്റം, അത് കാരണം ആർക്കും ആട് വളർത്താനോ കോഴി വളർത്താനോ ഒന്നിനും സമയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് 700 രൂപ 800 രൂപ കിടന്ന ആട്ടിറച്ചി ഇന്ന് 1000 1100 രൂപ മാർക്കറ്റ് വിലയായി. ഞാനിത് കള്ളം പറയുന്നതല്ല, നിങ്ങൾ കടകളിൽ പോയി തിരക്കി നോക്കിയോ, 1000 രൂപ 1100 രൂപ വിലയായി. ഇത് കണ്ടോ, ഇത് ആടിനായിട്ട് വിളിക്കുകയാണ്. നമ്മുടെ ഇനി ആട് കൊടുക്കാനായിട്ട് കൂടി ഇപ്പോൾ 10 15 ആട് കൊടുത്തപ്പോഴ നമ്മുടെ വാട്സപ്പിൽ നിന്ന് ഹായ് ഇടുവോ, ഞാൻ ലൊക്കേഷൻ ലിങ്ക് അയച്ചു തരാം. ഈ നമ്പർ തന്നെയാണോ? ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് ഉള്ളത്. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ തിരുനെല്ലൂര്, ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, വിളിച്ചായിരുന്നു അവിടെ തന്നെ. തിരുനെൽവേലിയിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മുതലാവൂ? നേരത്തെ ചോദിച്ചായിരുന്നത്. ഒരു 10 ആടെങ്കിലും മിനിമം കൊണ്ടുപോകണം, ഇത്രയും ദൂരമല്ലേ. 50 ആട് വരെ മേടിക്കാനുള്ള ഒരു ആലോചനയിലാണ്. 50 ആടാ? ആ, ശരി ഓക്കെ. നമുക്ക് അപ്പം കുറച്ച് ഇപ്പൊ നമുക്ക് ഈ അഡ്രസ്സും കാര്യങ്ങളും ഒന്ന് അയക്കണേ. അയക്കാം.